നമസ്കാരം, നമസ്തേ ആൻഡ് അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ രാജാ സാഹിബാണ്. KSAയിലെ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ എപ്പിസോഡുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കോബാറിൽ എത്തിയിരിക്കുകയാണ്. കോബാറിലെ ഒരു ഐക്കൺ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അബ്ദുൽ ഖാദർ, അതായത് സേഫ്റ്റി പോയിന്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ചില വിശേഷങ്ങൾ ചോദിച്ച് നമുക്ക് അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. തലശ്ശേരിയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് ഇവിടെ, അല്ലേ? തലശ്ശേരി എന്ന് ഇവിടെ നിന്നാണ്? തലശ്ശേരി പൊന്നെന്ന് പറയും. പൊന്നത്തങ്കം എന്ന് പറഞ്ഞൊരു ഫേമസ് അറിയാൻ പറ്റുള്ളൂ. വാൾപ്പൈറ്റാണ്. അത് ശരി. നമ്മുടെ ചന്തുവിൻ്റെയും അവരോടൊക്കെ അവിടുന്നാണ് സംഭവം നടന്നത്. വടക്കമ്പീര കഥ അതാണ്, അല്ലേ? വടക്കോട്ട് ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ, ചന്തുവിൻ്റെ കഥകളുമൊക്കെ പാടി നടക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലമില്ലേ. മ്യൂസിയമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ പൈതൃകങ്ങളൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ മറ്റുള്ളവർക്കൊരവസരവും, അല്ലേ? സേഫ്റ്റി ഈസ് എക്സ്പെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഇസൻറ്റ് എക്സ്പെൻസീവ് ബട്ട് ഈസ് പ്രൈസ്ലെസ് എന്ന് പറഞ്ഞതുപോലെ സേഫ്റ്റിയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ സേഫ്റ്റി സൈഡിലേക്ക് വന്നത്, ഈ സേഫ്റ്റി പോയിന്റിലേക്ക് വന്നത് എപ്പോഴായിരുന്നു? 2010 ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തത് സ്വന്തമായിട്ടാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയായിട്ട് ബന്ധപ്പെട്ടാണോ നമ്മളിവിടെ വന്നത്? ശരിക്കും പറയാന്ന് വെച്ചാൽ 42ാമത്തെ വർഷമാണ്. മാഷാ അല്ലാ. സൗദിയിൽ 42ാമത്തെ വർഷമാണ്. അപ്പം എത്ര വയസ്സിലായിരുന്നു വന്നത് ഇവിടെ? 24 വയസ്സ്. അപ്പം എന്തെങ്കിലും ഇതായിട്ട് ജോലി സംബന്ധമായിട്ട്? ജോലിക്ക് വന്നത് അത് ഈ ഫ്രീ വിസയിലായിരിക്കും വന്നത്. പിന്നെ എന്താ ജോലിയായിരുന്നു? സെറാമിക്കിന്റെ ടൈൽസ്, ബാത്റൂം ആക്സസറീസ്, കടയിലായിരുന്നു? സെയിൽസ്മാൻ ആയിട്ടായിരുന്നു? ലേബറായിട്ട് വന്നു ആ പണിയൊക്കെ ചെയ്തു. ലേബറാണ്. ലോഡിങ് ക്ലീനിങ് എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. നാട്ടിലെന്തായിരുന്നു അപ്പൊ? നാട്ടില് നമ്മളെ ഫാദറിന്റെ ബിസിനസ് ഉണ്ട് ബോംബെയിൽ. എന്തായിരുന്നു? പോലീസുകാരുടെ ലാട്ടി ഇല്ലേ? ലാത്തി ബോംബെ ലാട്ടി എന്ന് പറയും. ആ ഭാഷ ഇപ്പോഴും മറന്നിട്ടില്ല. അപ്പൊ ചൂരല്, ഈ ചെണ്ടമുട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ചൂരലുണ്ട്. അതൊക്കെയാണ് നമ്മളെ മെയിൻ ബിസിനസ്. അപ്പൊ ആ വഴിക്ക് അങ്ങോട്ട് പോവാതെ എന്താണ് ഈ വഴിക്ക് തിരിഞ്ഞു വന്നത്? വരണം തോന്നി. എല്ലാവർക്കും ഗൾഫ് പോകണം നല്ലത്. അതേപോലെ എനിക്കും തോന്നി. അതന്നും അത് തന്നെയാണ്, ഇന്നും ഇത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് പലപ്പോഴും എല്ലാവിധ നമ്മളെ, പ്രത്യേകിച്ച് സ്പെഷ്യലി മലയാളികൾക്കായിട്ടുള്ളത്. കൂടുതൽ ഒഴുക്ക് വടക്ക് ഭാഗത്ത് നിന്നാണെന്ന് തോന്നുന്നു, അല്ലേ? അപ്പം പിന്നെ എല്ലാ പുതിയ ജനറേഷൻ എല്ലാവരും പഠിക്കുന്നതും പുറത്ത്, പിന്നെ ഈ പറഞ്ഞത് ജോലി ചെയ്യുന്നതും പുറത്ത്. ഈ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ശുഭാപ്തി വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മറ്റുള്ള ഗൾഫുകാരെ കാണുമ്പോ അവർക്ക് തോന്നാ നമ്മൾ ഇവിടുത്തെ കണ്ടമാനം സമ്പാദിച്ചിട്ട് വരികയാണോ, അങ്ങനെ ചില ആൾക്ക് ചിന്തയുണ്ട്. അത് സത്യമല്ലേ? ഇതില് സത്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം അച്യുതാമൻ പറഞ്ഞതുപോലെ ശതമാനം ആൾക്കാർക്ക് പണ്ട് കാലത്തെ പോലെ തന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അത് ഞാൻ അനുഭവിച്ചതാണ്. കാരണം ചെറിയ ശമ്പളം തന്നെ നമ്മൾ ചെലവിന് തന്നെ തികയും. നാട്ടിൽ നിന്ന് അയക്കാൻ പറ്റില്ല. അന്ന് 1000 രൂപയ്ക്ക് 400 റിയാലാണ്. അവിടുത്തെ 1000 രൂപയ്ക്ക് 400 റിയാലാണ്. 400 രൂപ കൊടുക്കണം. അതെ, ശമ്പളത്തിലാണ് തുടക്കത്തില് 600 റിയാൽ. അതിൽ 200 റിയാലോളം ചെലവിന് പോകും. ഭക്ഷണത്തിന് വേണം, അല്ലേ? 200 റിയാൽ വേണ്ടി വരും. ബാക്കി ചെലവുകളെല്ലാം 400 റിയാലാണ് നമ്മുടെ നാട്ടിലേക്ക് അയച്ചു. മദറിനും അയച്ചു കൊടുക്കും. 24 കഴിച്ചിട്ടില്ലല്ലോ അന്ന്. കല്യാണം കഴിഞ്ഞപ്പോ എത്ര വയസ്സില്? 26 വയസ്സിൽ. പിന്നെ മക്കൾ എത്ര പേര്? മക്കളും 3 പേര്. മൂത്ത മോന ഇവിടെ ഉണ്ട്. ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിലുണ്ട്. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് സൽമ. നാട്ടുകാരി തന്നെയാണ്, തലശ്ശേരി. മക്കള് 3 പേരല്ലേ? മൂത്തവളുണ്ട്, രണ്ടാമത്തെ മോളുണ്ട്. മോള് തൽക്കാലം വിസിറ്റിങ്ങിന് വന്നതാണ്. മകന് ഇപ്പൊ 7 വർഷത്തോളായി ഇവിടെ എന്റെ കൂടെ തന്നെ. 7 വർഷമായി. പിന്നെ ഇതിന്റെ കൂടെ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു കഫീലിനെ ബേസ് ചെയ്തായിരിക്കുമല്ലോ ഇത് തുടങ്ങുന്നത്? അന്ന് കഫീലിനെ ബേസ് ചെയ്തായിരുന്നു. ഇന്നിപ്പോ കമ്പനി ആയിട്ട് രൂപീകരിക്കാനുള്ള നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ കപ്പാലത്ത് എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. അതിലായിരുന്നു. ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് മാറി. കാരണം അയാളെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തി. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ 3 പേരുടെ പേരാണ്. പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ
ഷെയർ ചെയ്യാൻ എൻ്റെ മകന്റെ പേരിലായി കൊടുത്തു. എന്താ വെച്ചാൽ എനിക്ക് ഇനി കൂടുതൽ നിൽക്കാൻ പറ്റില്ല. അവന് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഇതില് പിന്നെ റിട്ടയർമെന്റ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബിസിനസ് ചെയ്യുന്നവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ബിസിനസ് മറ്റുള്ളവർക്ക് അവര് കമ്പനി താല്പര്യപ്പെടുകയാണെങ്കിൽ ജോലിക്കാരനാണെങ്കിലും തുടരാൻ പറ്റും. അവർക്ക് എത്ര വർഷം വേണം, മരണം വരെയാണ് ഇവിടുത്തെ. അല്ല, ഈ പാസ്പോർട്ടിൽ എത്ര ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇവിടെ ഇല്ല, മറ്റുള്ള നാടുകളിലുണ്ട്. അത് കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോൾ എന്തോ എക്സ്ട്രാ എന്തോ ഇൻഷുറൻസിന്റെ പൈസ കൂടുതൽ അടയ്ക്കേണ്ടി വരും. ഇൻഷുറൻസിന്റെ പൈസ കൂടുതൽ അടയ്ക്കേണ്ടി വരും. ഒഴിവാക്കി പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. മുടി നരച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ആരോഗ്യമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോഴും നല്ല ഉഷാറ് അമരീഷ് പുരിയുടെ സൗണ്ടാണ്. ഈ ബിസിനസ്സിൽ എങ്ങനെയുണ്ട്? ഇപ്പം പുതിയ ഒരു ബിസിനസ് അല്ല, ഇവിടെ തന്നെ പല സേഫ്റ്റി സോണുണ്ട്, സേഫ്റ്റി പിന്നെ പോയിന്റ് ഉണ്ട്, അങ്ങനെ 3-4 ഷോപ്പുകൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ 4 ഓണർഷിപ്പിലാണോ അതോ നമ്മളെല്ലാം ഒരു കമ്പനി തന്നെയാണോ? ഒരേ കമ്പനി 4 പേരിലൊക്കെ ആണെന്നേ ഉള്ളൂ അല്ലെ? കാരണം നമ്മളിപ്പോ ഒരേ പേരിൽ 4 ഷോപ്പ് വെച്ചാല് കസ്റ്റമർ അവർക്ക് എടുക്കുക ഒരു ഷോപ്പിൽ നിന്ന്. ഇതാകുമ്പോ മറ്റുള്ള ഷോപ്പുകളിൽ പോയിട്ട്. പക്ഷെ ബില്ലിങ് കാര്യങ്ങളെല്ലാം ഒന്നിൽ തന്നെയാണ്. ബില്ലിംഗ് എല്ലാം എല്ലാത്തിനും പല അവര് ബിസിനസിന് അവര് ബില്ലിംഗ് വന്നു ചേരുന്നതെല്ലാം അവര് കടലില്ലാന്നേ ഉള്ളൂ. നിങ്ങൾ 3 പേരിലാണ് ഈ സംഭവത്തിന്റെ എൻഡിങ് വരുന്നത് അല്ലേ? പിന്നെ പാർട്ട്ണർ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ എന്താ പറയാ, ഒരു പരസ്പര ധാരണയിലൂടെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നമ്മളുടെ വിജയം കൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് പോകുന്നത്. ആ ഒരുമയോടുകൂടി തന്നെയാണ് ഇതുവരെ പോയത്. 13 വർഷമായി മറ്റുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അൽഹംദുലില്ലാ. ഇതില് നമ്മള് കാര്യങ്ങളൊക്കെ അക്കൗണ്ട് നോക്കുന്നുണ്ട്. അതിനൊന്നും വരാറില്ല. ഇപ്പം നിങ്ങൾ ഈ ഒരു സേഫ്റ്റി പോയിന്റ് ഇത് സ്ഥാപനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇതാണ് ആദ്യം തുടങ്ങി. പിന്നെ അടുത്ത സേഫ്റ്റി സോൺ തുടങ്ങി. അതിനുശേഷമാണ് ഈസ്റ്റേൺ തുടങ്ങിയത്. പിന്നെ അതിനിടയ്ക്ക് ഒരു ഷോപ്പ് ചെയ്ത് പുറകിൽ തന്നെ തുടങ്ങിയിരുന്നു, റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട്. അത് ക്ലോസ് ചെയ്തു. ബിസിനസ് ഒക്കെ കുറഞ്ഞതാണ് ക്ലോസ് ചെയ്തത്. ദമാമില് സേഫ്റ്റി. ഇവിടെ കൂടുതലും ബിസിനസ്സിന് സ്കോപ്പ് ഉള്ളത് സേഫ്റ്റി സൈഡിലുള്ള എക്യുപ്മെന്റ്സുകൾക്കാണോ? അതിനാണോ ഇവിടെ കൂടുതലും ഡെവലപ്പിംഗ് നടക്കുന്നത് കൊണ്ടാണോ ഈ രാജ്യത്തിന് കൂടുതലും ആവശ്യകത? സേഫ്റ്റി ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനികളിലും സേഫ്റ്റി മസ്റ്റാണ്. ഒരു ഷോപ്പ്, ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിലും അതിൽ സേഫ്റ്റി കംപ്ലീറ്റ്, സ്പ്രിംഗ്ലർ, പൈപ്പിന്റെ പല ഐറ്റംസ് ഉണ്ട്. പിന്നെ സ്മോക്ക് ഡിറ്റക്ടറിംഗ്, അതൊക്കെ ഇവിടെ നിർബന്ധമാണ്. നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ ക്വാളിറ്റി വളരെ ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഉണ്ട്, കുറഞ്ഞതുണ്ട്, ചീപ്പ് കൊടുക്കും. അതൊക്കെ ആ സേഫ്റ്റിനെസ് അപ്രൂവ്ഡ് ആണല്ലോ. അമേരിക്കന്റെ സാധനമാണെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് കൂടും. ഇന്ത്യന്റെ സാധനം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കുറയും. ചൈന എന്ന് പറയുമ്പോൾ പിന്നെയും കുറയും. അതിപ്പോ ചില വണ്ടികളെ പോലെ ചില ആൾക്കാരോട് ഞാൻ വെറുതെ ഇത് കാണിക്കാനാണ് മാത്രം. ശരി, സിവിൽ ഡിഫൻസിന് കാണാൻ വേണ്ടി മാത്രമാണെന്ന് പറയും. അപ്പൊ അതിനനുസരിച്ച് അവർ ചീപ്പ് എടുത്തോണ്ട്. ശരി. ഷോപ്പ് തുടങ്ങണമെങ്കിൽ സേഫ്റ്റിയുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ വേണം, മറ്റു കുറെ സാധനങ്ങൾ വേണം, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, മറ്റങ്ങനത്തെ കുറെ സാധനങ്ങൾ വേണം. അതൊക്കെ വെച്ചാലാണ് ഇവിടുത്തെ സിവിൽ ഡിഫൻസ് അപ്രൂവ് ആവും. അവർ അപ്രൂവ് ചെയ്താലേ ഇവിടുത്തെ ലൈസൻസ് കിട്ടും. അവർ വന്ന് നോക്കും, സാധനങ്ങൾ റെഡി, ബില്ല് റെഡി, എല്ലാം റെഡി ആണെങ്കിൽ അന്നേരം തന്നെ അവർ അപ്രൂവ് ചെയ്യും. അതിനുശേഷം അവർ പുതിയ ലൈസൻസ് എടുക്കും, മുനിസിപ്പാലിറ്റി ലൈസൻസ്. ഇത് ലൈസൻസ് എടുക്കാൻ വരുന്നവരാണ് ഇത് കൂടുതലും നമ്മുടെ ഈ സേഫ്റ്റി സൈഡിലെ സാധനങ്ങൾ പർച്ചേസ് ഷോപ്പാണെങ്കിൽ ഞാൻ ഷോപ്പിലേക്ക് എടുക്കും. നമുക്ക് ഹോൾസെയിൽ ഉണ്ടോ? ഹോൾസെയിൽ ഉണ്ട്. ട്രേഡേഴ്സ് വന്നിട്ട് ഞങ്ങൾ എടുക്കാറുണ്ട്. റീറ്റെയിൽസും ആൾക്കായിട്ടുള്ള ആൾക്കാർ അങ്ങനെ വന്ന് എടുക്കാറുണ്ട്. അത് ശരിക്കും ഒരു ബൾക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ വേണ്ടേ? അത് നമ്മൾ വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എത്ര ജോലിക്കാർ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്? 40-നടുത്ത ആൾക്കാർ. അല്ല, എല്ലാവരുമായിട്ട് എങ്ങനെ നല്ല ബോണ്ടിങ് ആണോ? എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തോടുകൂടി? മലയാളികളാണ് മാക്സിമം കൂടുതൽ വരുന്നത്. ശ്രീലങ്കക്കാരുണ്ട്, പാകിസ്ഥാനിയുണ്ട്. ശരിക്കും മലയാളികൾ പണിയെടുക്കാറുണ്ടോ? മലയാളികളാണ് പണിയെടുക്കുന്നത്. നമ്മളൊക്കെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഓക്കെയാണ്. ഇതിൽ വലിയ ഹെവി വർക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടോ? പിന്നെ സാധനങ്ങള് ലോഡിങ്ങിനൊക്കെ പ്രത്യേകിച്ച് അങ്ങനത്തെ വെയിറ്റ് എടുക്കുന്ന അവർക്ക് അത്ര വെയിറ്റുള്ള പണി ഇല്ല. അതായത് ഹെൽപ്പിങ്ങിന് എന്തെങ്കിലും പുറത്തിറങ്ങി ഉള്ള ഹാർഡ് വർക്ക് തന്നെയാണ്. ഒരു 50% ഹാർഡ് തന്നെ പറയാം. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാനും. ഞാൻ പൊതുവെ കേട്ടൊരു തമാശയാണ്, പുറത്ത് വന്നു കഴിഞ്ഞാൽ മലയാളികൾ എന്ത് പണിയും ചെയ്യുന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അടുത്തുള്ള എല്ലാവരും നല്ല ഹാർഡ് വർക്കറാണ്. നമ്മളായിട്ട് യാതൊരു പ്രശ്നത്തിലും ഇല്ല. പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത്? കമ്പനി ആയതിനു ശേഷം
ഭയങ്കര ഫുൾ ഹെൽപ്ഫുൾ ആണ്. സപ്പോർട്ടാണ്. പിന്നെ അതുകൊണ്ടാണ് കമ്പനി ആക്കിയത്. കമ്പനി ആക്കിയതിനു ശേഷം കുറച്ചും കൂടെ പിന്നെ ട്രാൻസ്പെറൻസി കൂടിയിട്ടുണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും നമ്മളെക്കാളും ഗുണം അവർക്കാണ്. ഗവൺമെന്റിന് ടാക്സ് 15% കിട്ടിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല മറ്റുള്ള വിധത്തിലൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അല്ലേ? അവര് നമ്മുടെ മൊത്തം ഇൻകമിൽ 3% ഉണ്ട്. വിദേശികളെ കമ്പനി ആകുമ്പോൾ 3% അവർക്ക് ഗവൺമെന്റിൽ കൊടുക്കണം. അപ്പൊ ഈ ഒരു പാർട്ട്ണർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, 3 പേരുണ്ടല്ലോ. 3 പേരില് 2 പേര് ഞങ്ങളുണ്ട്, ഒരാളുണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനെയും കൂടെ ഒന്ന് വിളിച്ച് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം അല്ലേ? സേഫ്റ്റി പോയിന്റിലെ മറ്റൊരു താരമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ബഷീർക്ക ഫ്രം തലശ്ശേരി തന്നെയാണോ? കണ്ണൂർ തലശ്ശേരി. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല, അത് ജില്ല തന്നെ അല്ലേ? അല്ല സോറി, ഒരു ജില്ല തന്നെയാണ്. കണ്ണൂർ ജില്ലക്കാരനാണ്. കണ്ണൂർ ജില്ലയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ഫസ്റ്റിൽ മനസ്സിൽ വരുന്നത്? പറയേണ്ട ആവശ്യമില്ല, എന്നാലും ആ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയമുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്യുന്ന ആളാണോ? അവിടുത്തെ രീതികളെയൊക്കെ കുറിച്ച് ആദ്യം പറയും. നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് ഇവിടെ കണ്ണൂർ നാട്ടില് കണ്ണൂരിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കുടിക്കവട്ട. പേരുകളൊക്കെ പുതിയ പേരുകളാണ് ഞാൻ കേട്ടേക്കുന്ന. കൂടുതൽ മറ്റുള്ള തലശ്ശേരി കേട്ടിട്ടുണ്ട്, പിന്നെ ഈ കുടിക്കവട്ട മീൻസ് കാഞ്ഞിരോട് കുടിക്കവട്ട എന്ന് പറഞ്ഞാൽ KK രാജേഷ് MP-യുടെ ഓക്കെ. ഇവിടെ വരുമ്പോ കൊച്ചു പയ്യനായിരുന്നു തോന്നുന്നു. 18 വയസ്സിൽ നാട്ടിൽ നിന്ന് കേറി ബോംബെയിലേക്ക് പോയിരുന്നു. അവിടെ ഉപ്പാന്റെ കൂടെ ബിസിനസ് ആയിരുന്നു. നേരത്തെ തന്നെ നാട് കടന്നിങ്ങി പോകുന്നത്. ബിസിനസ്സിൽ ഒരു 3 വർഷം നിന്ന് 21ാമത്തെ വയസ്സിൽ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു സാമ്രാജ്യം ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് കെട്ടിപ്പടുത്തുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കയറുമ്പം ഒരു ലക്ഷ്യമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ല, 2 വർഷം നിന്നിട്ട് പോകാനൊരു ഉദ്ദേശത്തിൽ വന്നതായിരുന്നു. പെട്ടെന്നുള്ളൊരു പാക്കേജിൽ വന്നിരിക്കുന്നവര് പിന്നെ ഈ കർട്ടന്റെയും സോഫയുടെ ഒക്കെ ഷോറൂമിൽ ഫാബ്രിക് വിൽക്കുന്ന ഒരു സെയിൽസിലാണ് വന്നത്. പക്ഷെ ആദ്യം വന്നപ്പോഴൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് 3 മാസത്തോളം ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വേസ്റ്റുകൾ കൊണ്ടുപോയി വേസ്റ്റ് പറഞ്ഞാൽ ഹെവി വേസ്റ്റുകളായിരുന്നു. ബിൽഡിംഗ് കൂടെ കമ്പി, അതിന്റെ കട്ടകൾ ഒക്കെ അതിന്റെ കൂടെ കുറെ, ഞാൻ മാത്രമല്ല എന്റെ കൂടെ 3-4 പേര് നാട്ടിൽ നിന്ന് വന്നത് ഒരുമിച്ചിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വന്നതാണ്. ഞങ്ങൾ 3 മാസം ജോലി ചെയ്തതിനു ശേഷം പിന്നെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് സെയിൽസിൽ വന്നതാണ്. സെയിൽസിൽ തന്നെ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ തിരിച്ചു പോകാന്നുള്ളൊരു കണ്ടീഷനിൽ 2 വർഷം തികച്ച അവിടെ അല്ല 3 മാസം കൊണ്ട് അവർ മാറ്റി. ആദ്യം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും കട്ടപ്പണിയാണല്ലോ കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾ വരുമ്പം നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരെ അങ്ങനെ കട്ടപ്പണി കൊടുത്ത ഒരു പരീക്ഷണം എന്താണോ പറഞ്ഞത് അതിവിടെ വന്നിട്ട് വരുന്ന പരിപാടി തന്നെ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇന്ന ജോലിയാണ്, അതിന്റെ കൂടെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇന്ന പോലെ വർക്ക് ഉണ്ടാകും. അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലാതെ ഇന്ന പണി എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു ജോലി കൊടുക്കുമ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ശരി നടക്കില്ലല്ലോ. അത് പിന്നെ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏത് ടൈപ്പ് ഓഫ് വിസയിൽ പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. അതിൽ ഈ പിന്നെ പല ടൈപ്പ് വിസകളുണ്ടല്ലോ. അപ്പം ഓരോരുത്തർക്കും ഓരോ ട്രേഡുകൾ കൊടുത്തിട്ട് ഇപ്പം നമ്മൾ സെയിൽസ്മാൻ ആണെങ്കിൽ സെയിൽസ്മാൻ, ഈ ഫ്രീ വിസ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ കംപ്ലീറ്റ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്. ആൾക്കാർ പെട്ടെന്ന് വേറെ ജോലിയിലേക്ക് മാറുന്നുണ്ട്. നമ്മൾ ഇപ്പം പിന്നെ വളരെ ഒരു പിന്നെ കൃത്യമായ ഒരു അനലൈസിങ്ങോട് കൂടിയൊക്കെ തന്നെയാണല്ലോ നിയമത്തിനനുസരിച്ചിട്ടുള്ള നിയമവിധേയമായിട്ടുള്ള എല്ലാ പിന്നെ പേപ്പർ വർക്കോട് കൂടിയിട്ട് തന്നെയാണ് പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ കൃത്യം ഗവൺമെന്റുമായിട്ട്. ഒരു സാഗിയ എന്ന് പറഞ്ഞ ഒരു ലൈസൻസ് ഉണ്ട്, അതുപ്രകാരം ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഞാനും നമ്മുടെ സൗദി ഉണ്ട്, അഹമ്മദ് ബക്കാശി എന്ന പേര്, പിന്നെ നമ്മുടെ നേരത്തെ സംസാരിച്ച നമ്മുടെ തലശ്ശേരിയിലുള്ള ഒരു പാടുന്നുണ്ട് അബ്ദുൽ ഖാദർ ഖായുമായിട്ട് എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നത്? നിങ്ങൾ തമ്മിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് ഇവിടുന്ന് അടുത്തടുത്ത് അവിടെ നാട്ടിൽ നിന്ന് വല്ലതും ആണോ, അല്ലെങ്കിൽ ബന്ധുക്കളാണോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണോ, എങ്ങനെയാണ്? ഖാദർക്കായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാല് ഖാദർഖാന്റെ വൈഫിന്റെ ബ്രദർ ഞാൻ ജോലി ചെയ്യുന്ന കടന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അവനുമായിട്ട് നല്ല ഒരു ബന്ധമായിരുന്നു. അങ്ങനെ അവൻ ആയിട്ട് വന്ന് അവന്റെ കൂടെ വെള്ളിയാഴ്ചകളിലേക്ക് ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോൾ യാദൃശ്യമായിട്ട് ഒരു ദിവസം സുബൈക്കാൻ വന്നൊരു സ്ഥലമുണ്ട് ഇവിടുത്തെ, അവിടെ വെച്ചിട്ട് അങ്ങനെ ഖാദർഖാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ട് പിന്നെ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ
ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു ഷോപ്പിൽ ജോലി ചെയ്തു. ഞാൻ ഈ ഷോപ്പിൽ ജോലി ചെയ്തു. 2000 ഈ ഐഡിയ വരുന്നത് എപ്പോഴാണ് ഈ സേഫ്റ്റിയിലേക്ക് വരുന്നത്? 2000 ഞാൻ പറഞ്ഞില്ലേ 97 വന്നു, 97 മാർച്ചിൽ വന്നു, 99 പോകാൻ വേണ്ടി ഈ ഖാദർഖാന്റെ ഞാൻ പറഞ്ഞില്ലേ പാർട്ട്ണറെ ബ്രദറിലെ കൂടെ എനിക്കൊരു സെൻഡ് ഓഫ് തന്നെയാണ് തിരിച്ചു പോകാൻ വേണ്ടിട്ട്. അങ്ങനെ സെൻഡ് ഓഫ് തന്ന് പോയി വരാൻ ഒരാഴ്ച നേരം ഉപ്പ പറഞ്ഞു ഒന്നും കൂടി പോയിട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഷോപ്പിലേക്ക് തന്നെ കൊണ്ട് തിരിച്ചു പോയതാണ്. ഉപ്പാന്റെ പ്രസ്ഥാനം നോക്കാന്ന് വെച്ചിട്ട് പോയത് തന്നെയാണ് നാട്ടിലേക്ക് ബോംബെയിലേക്ക്. പിന്നെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് 2 വർഷം നിന്നു. ബോംബെയിൽ എന്തായിരുന്നു ബിസിനസ്? റെഡിമെയ്ഡ്സിന്റെ ബിസിനസ് ആയിരുന്നു. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചാണോ താമസം അതോ അടുത്തടുത്ത് തന്നെയാണ്? ഞങ്ങൾ ആദ്യം ഒരുമിച്ചായിരുന്നു താമസമൊക്കെ. പിന്നെ എന്റെ ഫാമിലി ഉണ്ട്, ഖാദർഖാന്റെ ഫാമിലി ഉണ്ട്. എല്ലാരും ഫാമിലി ഒക്കെ ഇവിടെ കൊണ്ടുവന്നു. മക്കളൊക്കെ ഇവിടെ തന്നെ പഠിക്കുന്നത്. എല്ലാവരും പേരൊക്കെ ഒന്ന് പറയും. മൂത്ത മകളാണ് ഫാത്തിമ ഷസ എന്ന പേര്, +2 പഠിക്കുന്നത് സ്കൂളിൽ. രണ്ടാമത്തെ മകൻ റയാൻ ബഷീറാണ്, 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. മൂന്നാമത്തത് ഹനീൻ ബഷീർ 4th സ്റ്റാൻഡേർഡിലാണ്. പിന്നെ വൈഫ് സഫീന ബഷീർ വൈഫാണ്. കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ജോലിയൊക്കെ നോക്കി ജോലിയും പിന്നെ മക്കളെ കാര്യം ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇടയ്ക്ക് ഡിസ്കസിങ് കാര്യങ്ങളൊക്കെ. അല്ല, അവരാണല്ലോ നമ്മുടെ ഒരു ബേസ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഫാമിലി അല്ല സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എവിടെയെങ്കിലും പോയോ എല്ലാം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? 2002 ഞാനത് പോയിട്ട് പിന്നെ 97-99 പോകാൻ തീരുമാനിച്ചിട്ട് വീണ്ടും വന്ന് കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരുമല്ലോ. അതെ. അതിനുശേഷം പിന്നെ എക്സിറ്റ് അടിച്ച് പോയതാണ്. എക്സിറ്റ് അടിച്ച് പോയി പുതിയ വിസ എടുത്തു. നിങ്ങൾ പറഞ്ഞ ഫ്രീ വിസ ഫ്രീ വിസയിൽ വന്നു. കുറെ ജോലികൾ ചെയ്ത്, ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ കുറെ മേഖലകള് പലതും ചെയ്ത് എക്സ്പീരിയൻസ് ആയി. അപ്പൊ ഇതില് സേഫ്റ്റിയില് അങ്ങനെ കാർക്കായിട്ടാണ് താമസം ഒന്നിച്ചിട്ടായിരുന്നു. ഒരു റൂമില് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് താമസമായി ഫ്രീ വിസയിൽ വന്നപ്പോൾ. അങ്ങനെ താമസമായി. ഖാദർക്ക ഒരു ഹാർഡ്വെയർ ഷോപ്പിലായിരുന്നു ആദ്യം ജോലി ചെയ്യുന്നത്. പിന്നെ സേഫ്റ്റി ഷോപ്പിലേക്ക് മാറി. അപ്പൊ ഖാദർക്ക സേഫ്റ്റിയുടെ കഥകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ മനസ്സിലാക്കിയോ ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ. ഫ്രീ വിസയിൽ വന്നപ്പോഴേ ബിസിനസ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 97 വന്നിട്ട് 98 തോന്നുന്നു ഖാദർക്കാർക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ട് അത് അന്നേരം ഖാദർക്കാന്റെ ഞാൻ പറഞ്ഞില്ല വൈഫിന്റെ ബ്രദറും ഞങ്ങളും കൂടി തുടങ്ങി ചെറിയ തോതിൽ അന്നേരം തന്നെ തുടങ്ങി. കൂടുതൽ ഒരു നിയമപ്രശ്നം കൊണ്ട് പിന്നെ കട ഒഴിവാക്കേണ്ടി വന്നു. 40 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള കടകൾ അടക്കണം അന്നുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ ഞാൻ റിയാദിലേക്ക് ട്രാൻസ്ഫർ ആയി കമ്പനി തന്നെ. അതുകൊണ്ട് അത് അടച്ച് അന്നേരം ആഗ്രഹം ഉണ്ടായിരുന്നു ബിസിനസ് ചെയ്യണം എന്നുള്ളത്. കടകളെല്ലാം പറഞ്ഞപ്പോൾ ഇങ്ങനെ ജീവിതത്തിന്റെ പല നാനാഭാഗങ്ങളിലൂടെ പല ജോലികളും പല കാര്യങ്ങളും ചെയ്ത് അവരൊക്കെ നിൽക്കുന്ന കടേന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് പുതുതായിട്ട് വന്നു. അവിടെയാണോ നമ്മുടെ ഷോപ്പ് എടുത്തു? അവിടെ ഒരു ഷോപ്പ് ഇങ്ങനെ കാലിയായി കണ്ടു. ബിൽഡിങ്ങോട് സംസാരിച്ചു. ഖാദർക്ക് അവിടുന്ന് നാട്ടിലേക്ക് എക്സിറ്റ് പോയി. ഓക്കെ, പോകുമ്പോൾ നമ്മൾ സംസാരിച്ചു. കാരണം ഖാദർക്ക് ഉണ്ടെങ്കിൽ ഇതിനെ പറ്റി അറിയാത്ത ഞാൻ ഈ ഫീൽഡ് ഇതിനെ പെട്ടെന്ന് കൂടുതൽ ഒബ്സർവ് ചെയ്ത് പഠിച്ചു. ഇവിടുന്ന് ചോദിക്കും, ഫോണിൽ വിളിക്കാം. ഞാനും ഖാദർക്ക് മാത്രം ഉണ്ടായിരുന്നു. ബഷീർക്കാർക്ക് ഇതിനെ കുറിച്ച് വല്ല അറിയാമായിരുന്നോ? ഇല്ല, എനിക്ക് പറഞ്ഞതൊക്കെ ഖാദർക്കാണ്. പിന്നെ ബാക്കി എന്റെ സ്വയം കണ്ടുപിടിച്ചു. ഞാനിവിടെ ഫോൺ ചെയ്യും. ഖാദർക്കാർക്ക് 6 മാസം കഴിഞ്ഞിട്ടാ വന്നത്. കട തുടങ്ങിയിട്ട് 6 മാസമാണ്. ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഞാനും വേറൊരു ഹെൽപ്പറേയും കൂടി തന്നിട്ടാണ് കട തുടങ്ങിയത്. ആരുമില്ല. ഖാദർക്കാർക്ക് വിസയൊക്കെ അയച്ച് നമ്മൾ വരാൻ കുറെ ഇതിന്റെ പ്രോസസ്സൊക്കെ ഉണ്ടാവില്ല. അതുവരെ കാത്തിരുന്ന് ഖാദർക്ക് ഏതൊരു ഫോണിൽ വന്നപ്പോഴും അതൊക്കെ പറഞ്ഞു തരുന്ന അങ്ങനെ ഇങ്ങനെ പഠിച്ചു. 6 മാസം കൂടെ നമ്മൾ ട്രാക്കിലേക്ക് കയറി. ഇവിടെ വന്നപ്പോഴും ബിസിനസ് ഒന്നുകൂടി ഡെവലപ്പായി. രണ്ടുപേരെ തുടങ്ങിയതാണ് നമ്മള്. ഞാനും മൂപ്പറായിരുന്നു. കച്ചവടം ചെയ്ത് ഞാൻ മൂപ്പറെ അസിസ്റ്റായിട്ട് സാധനങ്ങൾ കയറ്റി വർക്കൊക്കെ ചെയ്യും. നമ്മൾ ആ ജോലി മുതൽ തുടങ്ങിയതാണ്. എല്ലാ ഇപ്പോഴും ഈ 4 സ്ഥാപനങ്ങളെയും നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ആ ഒരു യൂണിറ്റിയോടുകൂടി. നമ്മൾ തന്നെയാണ്. ഇതിന്റെ കൂടെ ഒരാളുണ്ടല്ലോ, 3 പേരുണ്ടല്ലേ. അയാളുടെ പേരെന്തായിരുന്നു? സൗദിയുടെ പേര് അലി അഹമ്മദ് ബക്കാശി. പുള്ളിയുടെ പേരിലായിരുന്നു ആദ്യം അങ്ങനെയൊക്കെ. അതിലൂടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ വന്നപ്പോഴത്തേക്കും പുള്ളി ഉണ്ടായിട്ട് നമ്മൾ ബിസിനസ് കൊടുക്കുന്ന 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഞങ്ങളിവിടെ ജോയിൻ ആയി. ഞങ്ങൾ കൂടാതെ വേറെ 2 പാർട്ണർ ഉണ്ടായിരുന്നു. ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അവര് പോയപ്പോൾ അവർക്കുള്ള കംപ്ലീറ്റ് അവരെ ഷെയർ നമ്മുടെ പിന്നെ സൗദി ഏറ്റെടുത്തു. ഈ പറഞ്ഞ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ 3 ആളായി. മേജർ ആയിട്ടുള്ള നമ്മൾ 3 പേരാണ് മേജർ ഷെയർ. അത് കൂടാതെ എന്റെ ബ്രദർ ഉണ്ട്, ഖാദർക്കയുടെ
പിന്നെ വൈഫിന്റെ ബ്രദർ ഉണ്ട്, ആ ശരി. അങ്ങനെ പിന്നെ എന്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. ഒരു ഫാമിലി ഓറിയന്റഡ് ആയി ചെറിയ ചെറിയ അവര് എല്ലാവരും ഷെയറൊക്കെ കൊടുത്തിട്ട്, കാരണം ഒരു ഷോപ്പിൽ നിൽക്കുമ്പോൾ അവർക്കും അതിന്റെ ഗുണങ്ങൾ കിട്ടണല്ലോ. കച്ചവടം മാത്രമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പൊതുവെ നമ്മളൊരു ബിസിനസ് അതിന്റെ ഗ്രോത്ത് അൽഹംദുലില്ലാ ഇങ്ങനെ 1 by 1 ആയിട്ട് മുകളിലേക്ക് കയറി വരുന്നതുകൊണ്ട് 40 സ്റ്റാഫുകളുണ്ട്, ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു സേഫ് പോയിന്റിലെത്തി. അവസാനത്തെ ഷോപ്പ് അല്ലല്ലോ, ആദ്യത്തെ ഷോപ്പല്ലേ സേഫ്റ്റി പോയിന്റ്. സേഫ്റ്റി പോയിന്റ് ആണ് ഇവിടുത്തെ ആദ്യത്തെ ഷോപ്പ്. അന്ന് ഈ മാർക്കറ്റിൽ തന്നെ 2-3 ഷോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഇഷ്ടംപോലെ ഷോപ്പുകളൊക്കെ. അത് പിന്നെ കോമ്പറ്റീവ് സംഭവങ്ങൾ വരുമല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഈ ഒരു ഷോപ്പ് വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേറെ ഒരാൾ സ്റ്റാർട്ട് ചെയ്തു. അത് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ മത്സര ബുദ്ധി ഉണ്ടെങ്കിലല്ലേ നമുക്ക് സ്ഥാപനങ്ങൾ അങ്ങനെയല്ലേ വളരുന്നത്. നമ്മുടെ ബുദ്ധിയിലാണല്ലോ. അതെ അതെ, നമ്മളെ പിന്നെ ഡീലിങ്സ് കസ്റ്റമറുമായിട്ടുള്ളൊരു ബന്ധങ്ങൾ, അതെ, അവർ ചോദിക്കുന്ന സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കലും എടുത്തു കൊടുക്കുക, മറുപടി കൃത്യമായിട്ട് കൊടുക്കലും, മെസ്സേജ് അയച്ചിട്ട് ഇപ്പം വാട്സപ്പ് കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ എല്ലാ സംഭവങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. മാക്സിമം ഐ ടിയും ഇത് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താ പോകുന്നത്. അപ്പൊ പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ഓർഡറുകൾ ഓൺലൈൻ തന്നെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇല്ല, അത് വേണ്ട ആവശ്യം വരുന്നില്ല. ഇത് അതിൽ തന്നെ കച്ചവടം ഉണ്ട്. എന്തായാലും സേഫ്റ്റി പോയിന്റ്, അതുപോലെ തന്നെ സേഫ്റ്റി സോൺ ട്രേഡിംഗ്, പിന്നെ ഈസ്റ്റേൺ സേഫ്റ്റി, അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ മൈ സേഫ്റ്റി. അതെ അതെ. അപ്പം എല്ലാ സേഫ്റ്റിയുടെ എക്യുപ്മെന്റ്സുകളും 3 പേര് ചേർന്നിട്ടുള്ള ത്രിമൂർത്തികൾ ചേർന്നുള്ളൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തി അവർ 4ാമത്തത്. ഇനിയും ഇതുപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ, അതുപോലത്തെ എല്ലാ ഐശ്വര്യങ്ങളും ബർക്കത്തുകളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബഷീർക്കാക്കും അബ്ദുൽ ഖാദർക്കാക്കും പിന്നെ മറ്റേ പുള്ളിയുടെ പേര് അത് ഞാൻ പെട്ടെന്ന് പറയത്തില്ല. എന്തായാലും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു, ആശംസകൾ നേരുന്നു. ഒരുപാട് സന്തോഷം. പടച്ചോൻ ബർക്കത്ത് ചെയ്യട്ടെ.